വിദേശ വനിതയെ നഗരത്തിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. സംഭവത്തിൽ ഹോട്ടൽ ജീവനക്കാരായ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അസം സ്വദേശികളായ അമൃത് സോന, റോബർട്ട് എന്നിവരെയാണ് ബംഗളൂരു പോലീസ് പിടികൂടിയത്. വിദേശ വനിതയുടെ മുറിയിൽ നിന്ന് കാണാതായ ഐഫോണും പണവും ഇവരിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഉസ്ബെക്കിസ്ഥാൻ സ്വദേശിയായ സെറീന ഉദ്കിറോവിനെയാണ് കഴിഞ്ഞ ദിവസം ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 27 വയസ്സായിരുന്നു. മുഖത്ത് പരിക്കേറ്റ നിലയിലായിരുന്നു മൃതദേഹം. മൂക്കിൽ നിന്ന് ചോരയും വന്നിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ സംഭവം ശ്വാസം മുട്ടിച്ചുള്ള കൊലപാതകമാണെന്ന് പോലീസിന് വ്യക്തമായിരുന്നു. തുടർന്ന് ഹോട്ടൽ ജീവനക്കാരെ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണത്തിലാണ് പ്രതികളായ രണ്ടുപേരും പിടിയിലായിരിക്കുന്നത്. മോഷണം ലക്ഷ്യമിട്ടാണ് കൊലപാതകം നടത്തിയതെന്നാണ് പ്രതികളുടെ മൊഴി. വിദേശ വനിതയുടെ കൈവശം ധാരാളം പണമുണ്ടെന്നായിരുന്നു പ്രതികൾ കരുതിയത്. ഇത് കൈക്കലാക്കിയാൽ പെട്ടെന്ന് പണക്കാരാകാമെന്ന് കരുതിയെന്നും പ്രതികൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ടൂറിസ്റ്റ് വിസയിൽ ഇന്ത്യയിലെത്തിയ സെറീന ഡൽഹിയിൽ നിന്ന് മാർച്ച് 5-ാം തീയതിയാണ് ബംഗളൂരുവിലെത്തിയത്. ട്രാവൽ ഏജന്റായ രാഹുൽ എന്നയാളാണ് യുവതിക്ക് ഹോട്ടലിൽ മുറിയെടുത്ത് നൽകിയത്. മാർച്ച് 16-ാം തീയതി വരെ ഹോട്ടലിൽ തങ്ങുമെന്നായിരുന്നു യുവതി പറഞ്ഞത്. 5500 രൂപയായിരുന്നു പ്രതിദിന വാടക. ഇതിനു പുറമെ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിനും യുവതി പണമടച്ചിരുന്നു. ഓരോ ദിവസത്തെയും വാടകയും ഭക്ഷണത്തിന്റെ പണവും അതാത് ദിവസങ്ങളിലായിരുന്നു യുവതി അടച്ചത്. ഹോട്ടൽ ജീവനക്കാരനും കേസിലെ പ്രതിയുമായ അമൃത് സോനയുടെ പക്കലാണ് യുവതി ഓരോ ദിവസത്തെയും ബിൽ തുക കൗണ്ടറിൽ അടയ്ക്കാനായി ഏൽപ്പിച്ചിരുന്നത്. ബാഗിൽ നിറയെ പണമുള്ളതും അമൃത് സോന ശ്രദ്ധിച്ചിരുന്നു. ഇത് കണ്ടതോടെയാണ് ഇവരെ കൊല്ലാനുള്ള തീരുമാനമുണ്ടായത്. ധാരാളം പണം ഇവരുടെ കൈവശമുണ്ടെന്നാണ് പ്രതികൾ കരുതിയത്. തുടർന്ന് ഇത് കൈക്കലാക്കാനായി കൊലപാതകം ആസൂത്രണം ചെയ്തു. മാർച്ച് 13-ന് രാത്രി അറ്റകുറ്റപ്പണിയുണ്ടെന്ന് പറഞ്ഞായിരുന്നു പ്രതികളായ രണ്ടുപേരും യുവതിയുടെ മുറിയിൽ കയറിയത്. പിന്നാലെ തലയണ ഉപയോഗിച്ച് യുവതിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. മരണം ഉറപ്പിച്ചതോടെ ബാഗുകൾ അരിച്ചുപെറുക്കി. ഒരു ഐഫോണും പണമായി 25,000 രൂപയും മാത്രമാണ് പ്രതികൾക്ക് കിട്ടിയത്. കൂടുതൽ പണമില്ലെന്ന് മനസ്സിലായതോടെ ഇതുമായി പ്രതികൾ ഹോട്ടലിൽ നിന്ന് മുങ്ങുകയും ചെയ്തു. സംഭവ ദിവസം രാത്രി സെറീനയെ ഫോണിൽ ലഭിക്കാത്തതിനാൽ ട്രാവൽ ഏജന്റാണ് ഹോട്ടൽ അധികൃതരെ വിവരം അറിയിച്ചത്. തുടർന്ന് മറ്റൊരു താക്കോൽ ഉപയോഗിച്ച് ജീവനക്കാർ മുറി തുറന്നതോടെയാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പുറത്തുനിന്ന് ആരും യുവതിയുടെ മുറിയിൽ എത്തിയിട്ടില്ല എന്ന് വ്യക്തമായിരുന്നു. ഇതിനിടെ ഹോട്ടൽ ജീവനക്കാരായ അമൃതിനെയും റോബർട്ടിനെയും കാണാനില്ലെന്നും പോലീസ് സ്ഥിരീകരിച്ചു. ഇവരുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. തുടർന്ന് പ്രതികളുടെ അവസാന മൊബൈൽ ടവർ ലൊക്കേഷനും നഗരത്തിലെ CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ബംഗളൂരുവിൽ നിന്ന് കടന്നുകളയാനുള്ള ശ്രമത്തിനിടയിലായിരുന്നു ഇരുവരും ഒളിയിടത്തിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലായത്. യുവതിയുടെ ബാഗിൽ നിന്ന് മോഷ്ടിച്ച ഐഫോണും 20,000 രൂപയും ഇവരിൽ നിന്ന് കണ്ടെടുത്തതായും പോലീസ് പറഞ്ഞു. അതേസമയം കൊല്ലപ്പെട്ട യുവതി ലൈംഗികാതിക്രമത്തിന് ഇരയായിട്ടില്ലെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. പ്രാഥമിക പരിശോധനയിൽ മൃതദേഹത്തിൽ അതിന്റെ ലക്ഷണങ്ങളൊന്നും കണ്ടെത്തിയില്ലെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ. യുവതിയുടെ ആന്തരിക അവയവങ്ങളും ഫോറൻസിക് ലബോറട്ടറിയിൽ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്.